സർ, കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കരുതിയത് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി മോചനമൊക്കെ സാധ്യമായേക്കും എന്നാണ്. കാന്തപുരത്തിന്റെ ഇടപെടലിലൂടെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി എന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന മാധ്യമ വാർത്തകൾ. അത്രയും പല വിധത്തിലുള്ള ചർച്ചകളും നമ്മുടെ മാധ്യമങ്ങളൊക്കെ, പ്രത്യേകിച്ച് കേരള മാധ്യമങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത്, നിമിഷപ്രിയയാൽ വധിക്കപ്പെട്ട തലാലിന്റെ സഹോദരൻ പറയുന്നത് ദൈവ നിയമപ്രകാരമുള്ള ശിക്ഷ തന്നെ നിമിഷപ്രിയയ്ക്ക് ലഭിക്കും, അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നാണ്. ഇത്തരത്തിൽ അവർ ബ്ലഡ് മണി വേണ്ട എന്ന് പറയുന്നു. ഇതൊന്നുമല്ല അവരുടെ ആവശ്യം. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ തന്നെയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ നടത്തിയ ഇടപെടലുകളൊന്നും ഫലം കണ്ടില്ല എന്ന് വേണോ കരുതാൻ? അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന മാധ്യമ റിപ്പോർട്ടുകളെയൊക്കെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? നിമിഷപ്രിയയുടെ ജീവൻ നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് നിമിഷപ്രിയ ജീവനോടെ തിരിച്ച് കേരളത്തിലെത്തട്ടെ എന്നൊന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. നിമിഷപ്രിയയുടെ ഇന്നത്തെ ഈ ഓർഡർ, അതായത് വധശിക്ഷ മാറ്റിവെക്കാൻ വേണ്ടി, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ലീഗലായും അല്ലാതെയും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ നേതാവാണ് സുപ്രീം കോടതി വക്കീലായ ദീപ ജോസഫ്. അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. അവരെഴുതിയേക്കുന്നു: പ്രിയരെ, ക്രെഡിറ്റ് ആര് വേണമെങ്കിലും കൊണ്ടുപോകട്ടെ. ഇവിടുത്തെ ചാനൽ ചർച്ചയും മഹത് എഴുത്തുകാരും സോഷ്യൽ മീഡിയയും നിമിത്തം യമനിൽ വംശീയ കലാപം ഉണ്ടാകാൻ പോകുന്നു. തലാലിന്റെ കുടുംബം ഒരു കാരണവശാലും മാപ്പ് കൊടുക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരോ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരോ ഇതുവരെയും ഒരു ചാനലിനെയും സമീപിച്ചിട്ടില്ല എന്ന സത്യം ഓർക്കുക. ശനിയാഴ്ച വൈകിട്ട് വെർബൽ ഓർഡർ കിട്ടിയതും സാമൂഹ്യ അതീവ രഹസ്യമുള്ള സ്വഭാവമുള്ള ഈ വാർത്ത ഞങ്ങൾ 5 പേരെ അറിയിക്കുകയും ചെയ്തു. ചാണ്ടി ഉമ്മൻ, മൂസമാഷ്, ബാബു ജോൺ, പ്രേമകുമാരി. നിമിഷയുടെ എക്സിക്യൂഷൻ കാണാൻ നിരവധി ആളുകൾ സനായിലേക്ക് വന്നു തുടങ്ങി എന്ന സത്യം വേദനയോടെ ആണ് ഞങ്ങൾ കേട്ടത്. അതുകൊണ്ട് തന്നെ കലാപ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. റിട്ടേൺ കൺഫർമേഷൻ കിട്ടിയത് ഇന്നലെ രാവിലെയാണ്. അത് കയ്യിൽ കിട്ടിയതും സാമുവൽ എംബസി ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം വാർത്ത പുറത്തുവിട്ടു. തോന്നിയതൊക്കെ പറഞ്ഞു. ചിലർ ചാനലിന്റെ മുന്നിൽ കോട്ടിട്ട് കട്ടനും പരിപ്പോടെയും തിന്ന് ഇരിപ്പായി. ഇപ്പോ നിമിഷയുടെ ജീവൻ അപകടത്തിലും. ഇത് നമ്മളുടെ കേരളത്തിലെ സമൂഹത്തിന്റെയും മീഡിയയുടെയും ഒരു അപജയമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. ഇന്നലെ നീതു എന്നോട് ചോദിച്ചു നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട എന്ന് പറയുന്ന ഒരു കാരണം ഇതാണ്. അതായത് വധശിക്ഷ മാറ്റിവെച്ചു എന്നതിന്റെ അർത്ഥം അവരെ വെറുതെ വിടാൻ പോകുന്നു ഒന്നുമില്ലല്ലോ. അതിന് മുമ്പ് അവര് വെളിയിൽ ഇറങ്ങുന്നതിന് മുമ്പേ ഒത്തിരി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാതെ നമ്മൾ അതിനെ ആഘോഷിച്ചു. അതിപ്പം സാമൂഹ്യ ഒരു ചാനലിൽ വന്നിരുന്ന അത് ഇടപെട്ട ഷെയ്ഖിനെ ഹലോ പറയിപ്പിച്ചു. ഒരു ചാനൽ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആണ് ഇത്. ബാക്കി എല്ലാവരും സോഷ്യൽ മീഡിയയും എല്ലാവരും ആഘോഷിച്ചു. കാന്തപുരത്തെ ഒരു ദൈവ തുല്യനാക്കി വിട്ടു. നമുക്ക് നല്ല കാര്യം. പക്ഷെ ഇത് ചെയ്യേണ്ടിരുന്നത് നിമിഷപ്രിയ കേരളത്തിൽ കാലുകുത്തിയതിനു ശേഷം, അല്ലെങ്കിൽ അവിടുന്ന് യമൻ വിട്ടതിന് ശേഷം ആയിരിക്കണമായിരുന്നു ഇത്. അല്ലെങ്കിൽ ഇതിനും ആരോ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ there is lot of distance between the cup and the lip എന്ന് പറയത്തില്ലേ. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഈ ഒരു സംഗതി, ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലെ മീഡിയ അല്ലെങ്കിൽ ഇത് ഇടപെടേണ്ട ആൾക്കാർ വളരെ വ്യക്തമായ സംയമനം പാലിക്കേണ്ടവരാണ്. ഇന്നലെ ഞാൻ ദീപ ജോസഫിനെ പലരും വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിന്റെ ഓർഡർ പോലും ഞങ്ങളുടെ കിട്ടിയിട്ടില്ല, ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി പറയാം എന്നാണ് പറഞ്ഞത്. എന്നാൽ അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിരുന്നു. ഇത് ഒരു മനുഷ്യജീവിയുടെ ജീവൻ രക്ഷിക്കാനുള്ള വേറെ ഒരു തരം നിയമത്തിൽ പെട്ടുപോയ ഒരു മനുഷ്യജീവിയുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു അവസാന ശ്രമമാണ്. അതിനെ കത്തിവെക്കുന്നതാണ് നമ്മളുടെ സെലിബ്രേഷൻസും നമ്മളുടെ മീഡിയ ബിൽഡപ്പും എന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അത് ശരിക്കും ആൾക്കാർ പുനഃപരിശോധിക്കേണ്ടതാണ്. നമുക്ക് ആഘോഷങ്ങൾ വേണം, അത് റിയൽ ആയിരിക്കണം, അത് ബിൽഡപ്പിലായിരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മനുഷ്യജീവനെ വെച്ചുള്ള കളിയാണ് ആകുമ്പോൾ
ഇപ്പൊ നമ്മൾ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞു, സത്യത്തിൽ നടക്കുന്നത് എന്താണെന്ന് മീഡിയയിലൊക്കെ പല കാര്യങ്ങളും പലരെയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു ആ സമയത്ത്. അതിന് കാരണം ഇതാണ്, നിങ്ങൾ സോഷ്യൽ മീഡിയ നമുക്ക് വലിയൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഒരു മാക്സിമം ലിവറേജ് തരുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു രംഗമാണ് ഇപ്പോൾ. കാര്യം വെച്ചാൽ കേരളത്തിലെ ഈ ആഘോഷം മുഴുവൻ യമനിൽ എത്തിയിട്ടുണ്ട്. അതാണ് ഇത് കാണിക്കുന്നത്. അതാണ് ഈ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ഈ രോഷത്തിന് കാരണം. നിങ്ങൾ മാറ്റിവെച്ചപ്പോഴേ നിങ്ങൾ ആവശ്യിക്കാൻ തുടങ്ങിയെങ്കിൽ അന്ന് കാണിച്ചു തരാം എന്നുള്ള ഒരു മനോഭാവം അവരെ ഏറ്റെടുത്തു കഴിഞ്ഞു. അത് ഇനിയും എനിക്ക് തോന്നുന്നില്ല കാന്തപുരത്തിന്റെ ഏത് മാജിക്കിലൂടെയാണ് ഇത് നിമിഷപ്രിയയെ ഇനിയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന എനിക്കറിഞ്ഞൂടെ. എനിക്ക് തോന്നുന്നില്ല ഇത് വളരെ വളരെ സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും മത പണ്ഡിതന്മാരോ മത നേതാക്കന്മാരോ ഇടപെട്ടാൽ മാത്രമേ ആ കുടുംബത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേരളത്തിലെ സോഷ്യൽ മീഡിയയുടെയും അപജയമാണ്. നിമിഷം മരിക്കുകയാണെങ്കിൽ അല്ല കൊല്ലപ്പെടുകയാണെങ്കിൽ വധശിക്ഷയ്ക്ക് ഇരയാവുകയാണെങ്കിൽ അതിന്റെ ബ്ലെയിം ഞാൻ പേഴ്സണലി കേരളത്തിലെ മീഡിയയ്ക്കും സോഷ്യൽ മീഡിയയ്ക്കും കൊടുക്കും എന്ന് ഞാൻ വളരെ വളരെ വേദനയോടുകൂടി പറയും. കാരണം വെച്ചാൽ ഇതൊരു ഇങ്ങനെയാണ് ഇന്നത്തെ മീഡിയ സിറ്റുവേഷൻ. എൻ്റെ ഒരു സുഹൃത്ത് കാനഡയിൽ മകളെ കാണാൻ പോയപ്പോൾ അവിടെ മാർഷ്യൻ മക്ലൂഹൻ എന്ന് പറഞ്ഞ ഒരു തത്വചിന്തകന്റെ വീട്ടിൽ പോയി. അദ്ദേഹമാണ് ആദ്യമായി 1970s ലോകം ഒരു ഗ്ലോബൽ വില്ലേജ് ആകാൻ പോകുന്നു എന്ന് പ്രവചിച്ചത്. നമ്മൾ ഇന്ന് താമസിക്കുന്നത് ആ ഗ്ലോബൽ വില്ലേജിലാണ്, ഇന്റർനെറ്റ് കണക്റ്റഡ് ആണ്. ഒരു SMS കൊണ്ട് നമുക്ക് ലോകത്തിലെ എമ്പാടും അറിയിക്കാൻ പറ്റും, ഒരു വീഡിയോ കോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളടുത്ത് നമ്മൾ ആഘോഷങ്ങളൊക്കെ നമ്മുടെ ലോക്കൽ ആഘോഷങ്ങളും ഗ്ലോബൽ വില്ലേജിന്റെ പാർട്ടായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ വരും. അതാണ് ഇവിടെ നടന്നേക്കുന്നത്. അത് തികച്ചും അവോയ്ഡ് ചെയ്യേണ്ട ഒരു സംഗതിയായിരുന്നു. ഇത്ര മീഡിയ ബിൽഡപ്പ് ഒന്നും ഇല്ലാതെ തന്നെ പല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസിഡന്റുകൾ. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ദിരാഗാന്ധി മരിച്ചു കിടക്കുന്ന ഇന്ദിരാഗാന്ധിയെ തന്റെ കയ്യിലെടുത്ത് കാറിൽ എയിംസിലേക്ക് കൊണ്ടുപോയ ഒരു ഡോക്ടർ മലയാളിയാണ്. KR നാരായണന്റെ നെവ്യൂ ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഡോക്ടർ CGHS ഡോക്ടറായിരുന്നു. ഡോക്ടർ ഇൻ വെയിറ്റിംഗ് PMOയിൽ എപ്പോഴും ഒരാളുണ്ടാവും. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കളായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നമ്മൾ കളിയായിട്ടെങ്കിലും ചോദിക്കും, അപ്പോൾ നിങ്ങൾ നാഷണൽ സീക്രട്സും പ്രൈം മിനിസ്റ്ററിന്റെ സീക്രട്സും ഒക്കെ കണ്ടു അല്ലേ? നമ്മൾ നേരെ നോക്കി മലയാളത്തിൽ വിളിക്കാനുള്ള പൊളൈറ്റ് തെറികളൊക്കെ വിളിച്ചിട്ട് പറയും, നിന്റെയൊക്കെ എക്സ്ക്ലൂസീവ് എന്റെ ജോലിയുടെയും എന്റെ ജീവിതത്തിന്റെയും പുറത്ത് കാണടാന്ന് പറയും. ഇതാണ് നമ്മൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഈ സംഗതി ഇന്നത്തെ നമ്മുടെ മീഡിയകളോട് പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങൾ എന്ത് സെലിബ്രേറ്റ് ചെയ്താലും എന്ത് ചർച്ച ചെയ്താലും ഏതെങ്കിലും ഒരാളുടെ ജീവൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അതാണ് ഇന്നലെ കേരളത്തിൽ കണ്ടത്. ആഘോഷിക്കാൻ ഒന്നുമില്ല. ഒരാളുടെ വധശിക്ഷ മാറ്റിവെച്ചു, അദ്ദേഹത്തെ അവരെ വെറുതെ വിട്ടില്ല. ഇന്ന് കണ്ടില്ലേ അതിന്റെ റെസ്പോൺസ്? ഇത് ശരിക്കും നമ്മളൊക്കെ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. നിമിഷപ്രിയ ജീവനോടെ തിരിച്ചു വരട്ടെ. ഇതൊക്കെ ഈ കടമ്പകളൊക്കെ കടന്ന് എന്ന് മാത്രമേ നമുക്ക് ഇന്ന് പറയാൻ പറ്റത്തുള്ളൂ, ചിന്തിക്കാൻ പറ്റുള്ളൂ. അതിന് ഇനിയും ഇങ്ങനൊരു സിറ്റുവേഷൻ ഒരു നിമിഷപ്രിയക്കും കേരള മീഡിയയും കേരള സൊസൈറ്റിയും സോഷ്യൽ മീഡിയയും ഉണ്ടാക്കാൻ ഇടവരാതിരിക്കട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നില്ലെന്ന് പറയേണ്ടി വരും. ആ കുടുംബത്തിന്റെ വേദനയും അത് ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരുടെ കൺസേണും കാണുമ്പോഴാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. എന്തായാലും നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്നാണ് ഇന്നലെ വരെ നമ്മൾ കരുതിയത്. പക്ഷെ ഏറ്റവും ഒടുവിൽ തലാലിന്റെ സഹോദരൻ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഒരു വിധത്തിലും ഞങ്ങൾ മാപ്പ് നൽകാൻ തയ്യാറല്ല എന്നുള്ളത്.
അപ്പോൾ ഈ വിധത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് പോകുമ്പോഴും കഴിഞ്ഞ ദിവസം മുതൽ മാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. കാന്തപുരത്തെ പോലെയുള്ള ആളുകളുടെ ഇടപെടൽ കൃത്യമായി ഉണ്ട്, അതുകൊണ്ട് നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും എന്ന തരത്തിൽ. പക്ഷേ അത് നേരെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ് വസ്തുത. അത്തരത്തിൽ വാർത്തകളുടെ ആധിക്യം കൊണ്ടാവാം, അല്ലെങ്കിൽ വിവിധ തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിമിഷപ്രിയ മോചിതയാകുന്നു എന്ന തരത്തിൽ കേരളത്തിൽ നിന്നുൾപ്പെടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടിയാണ് സലാലിന്റെ കുടുംബം ഈ രീതിയിൽ പ്രതികരിക്കാൻ നിർബന്ധിതരായത് എന്ന് കൂടി കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ചിരയൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.